Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the poem text by Caroline Duffy, Kaleidoscope for semester Calcutta University, Common English. In our previous video, we discussed about short answer questions. What does the poem suggest about the authenticity and depth of relationship formed through text messages? അതായത് ഈ ഒരു പോയത്തിൽ ടെക്സ്റ്റ് മെസ്സേജസിലൂടെ ഉള്ള റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത്ത്, അതുപോലെ ഒതൻറ്റിസിറ്റി, ആധികാരിക ഇതൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്. The poem suggests about the authenticity and depth of relationship formed through the text messages. Poet uses the extended metaphor of nurturing text messages like an injured bird to convey the speaker's worried hyper-focus on her partner's text for any trace of affection. അപ്പോൾ ഈ ഒരു പോയത്തിൽ ടെക്സ്റ്റ് മെസ്സേജസിലൂടെ ഉള്ള റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത്ത്, ഒതൻറ്റിസിറ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പോയിറ്റ് ഈ ഒരു മൊബൈൽ ഡിവൈസിനെ തന്നെ ഒരു ഇഞ്ചേർഡ് ബേർഡുമായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പോയിറ്റിന് ഈ ഒരു മൊബൈൽ ഫോൺ ഒരു പെറ്റ് പോലെയാണ്. അതായത് അത്രത്തോളം അവരുടെ ആ ഒരു ഡിയർ വൺസുമായിട്ടുള്ള കോൺവെർസേഷൻസൊക്കെ ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജസിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Text messages fractures natural interaction into code fragments devoid of the true connection found in body language, touch and voice. പക്ഷേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ടെക്സ്റ്റ് മെസ്സേജസ് ഒരുപാട് ഒരു ഡിസ്റ്റൻസ്, ഒരു മെൻ്റൽ ഡിസ്റ്റൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് ടെക്സ്റ്റ് മെസ്സേജസിലൂടെ നമുക്ക് അയാളുടെ വോയിസോ അല്ലെങ്കിൽ ഒരു ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷനിലൂടെ കിട്ടുന്ന ആ ഒരു ഫീല് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജസിലൂടെ കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റിമസി നമുക്കില്ലാതാകുമെന്നാണ് പറയുന്നത്. How does the poem explore the theme of communication in digital age? ഡിജിറ്റൽ ഏജിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ ഒരു തീമായിട്ട് നമ്മുടെ ഈ ഒരു പോയത്തിൽ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? The poem explores the theme of communication in digital age. Texting or sending short messages using our mobile devices has become a popular mode of conversation between friends and family. അപ്പോൾ ഈ ഒരു പോയത്തിൽ ടെക്സ്റ്റ് ബൈ കാരലൈൻ ഡഫി, ഈ ഒരു പോയത്തിൽ ടെക്സ്റ്റ് മെസ്സേജസ്, അതായത് ഡിജിറ്റൽ ഏജിൽ കമ്മ്യൂണിക്കേഷന് ആശയവിനിമയം നടത്താൻ വേണ്ടി ടെക്സ്റ്റ് മെസ്സേജസാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഇതിലൊരു തീമായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ, ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ നമ്മൾ മൊബൈൽ ഡിവൈസിലൂടെ ടെക്സ്റ്റ് മെസ്സേജസാണ് നമ്മൾ ചെയ്യുന്നത്. Technology for communication can remove authentic human connection from romance. Speaker reflects on overanalyze the romantic text messages from a partner and the limitations of the digital only communication. Digital messages bombards our lives and relationship. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഏജിൽ ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജസിലൂടെയുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. ഈ ഒരു ഡിജിറ്റൽ മെസ്സേജിങ് നമ്മുടെ ലൈഫിൽ ഒരുപാട് നിരാശ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആ ഒരു പ്രിയപ്പെട്ട ആളുമായിട്ട് നമുക്ക് വെറുമൊരു ടെക്സ്റ്റ് മെസ്സേജസിലൂടെ ഒരുപാട് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ്, കോഡഡ് മെസ്സേജസ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതിലൂടെ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസാണ് അവിടെ ഫീൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഈ ഒരു ഡിജിറ്റൽ ഏജിൽ ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നടക്കുന്നുണ്ട്. What emotions or feelings are conveyed through the abbreviated and disconnected language used in the text messages? അതായത് ടെക്സ്റ്റ് മെസ്സേജസിൽ യൂസ് ചെയ്യുന്ന ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജസ്, അബ്രിവിയേറ്റഡ് മീൻസ് ഷോർട്ട് ഫോംസ്, കോഡഡ് മെസ്സേജസ്, ഇതൊക്കെ എന്ത് ഇമോഷൻ അല്ലെങ്കിൽ എന്ത് ഫീലിങ്സാണ് കൺവേ ചെയ്യുന്നത്? ദ അബ്രിവേറ്റഡ് ആൻഡ് ഡിസ്കണക്റ്റഡ് ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ദ ടെക്സ്റ്റ് മെസ്സേജസ് കൺവേ ടെക്സ്റ്റ് ഫ്രാക്ചേഴ്സ് നാച്ചുറൽ ഇൻട്രാക്ഷൻ ഡിവോയ്ഡ് ഓഫ് ദ ട്രൂ കണക്ഷൻ ഫോൺ ഇൻ ബോഡി ലാംഗ്വേജ്, ടച്ച് ആൻഡ് വോയിസ്. അതായത് നമ്മുടെ ഈ ഒരു അബ്രിവേറ്റഡ് ഫോംസ്, അതായത് ഷോർട്ട് ഫോംസ്, കോഡഡ് മെസ്സേജസ്, ഡിസ്കണക്റ്റഡ് ലാംഗ്വേജസ്, ഇതിലൂടെയൊക്കെ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് നടത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആശയവിനിമയം നല്ല രീതിയിൽ അവിടെ നടക്കുന്നില്ല. അതായത് നമ്മളൊരു ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ നടത്തുന്നതിലൂടെ കിട്ടുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല.
അവിടെ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് നമുക്ക് കാണാൻ കഴിയും. അബ്രേറ്റഡ് വേർഡ്സ് ആൻഡ് ഡിസ്കണക്റ്റഡ് സെൻറ്റൻസസ് ക്രിയേറ്റ് ഇമോഷണൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സും ഡിസ്കണക്റ്റഡ് സെൻറ്റൻസസൊക്കെ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ ലിമിറ്റേഷൻ ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ദി ഇനബിലിറ്റി ടു പിക്ചർ വൺസ് പാർട്ട്ണർ ക്യാപ്ചേഴ്സ് ഹൗ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒബ്സ്ക്യൂർ എസെൻഷ്യൽ ഇമോഷണൽ ന്യൂവാൻസസ്. അവിടെ നമുക്ക് ഇമോഷണൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു കോഡഡ് മെസ്സേജസ് അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് സെൻറ്റൻസസ് അബ്രിവേറ്റഡ് ഫോംസിലൂടെയൊക്കെ. നെക്സ്റ്റ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 300 വേർഡ്സ്. ലോങ് ഈസിയാണ്. കമൻറ്റ് ഓൺ ദ ലാംഗ്വേജ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ പോം. ടെക്സ്റ്റ് ബൈ കാരലൻ ഡഫി. ഇതിലെ ലാംഗ്വേജിനെ കുറിച്ചിട്ടും അതിൻ്റെ ആ ഒരു പോയതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റ് ബൈ കാരലൻ ഡഫി ഈസ് അബൌട്ട് എ വുമൻ ഹു പ്രൊവൈഡ്സ് കോൺസ്റ്റൻറ്റ് അറ്റൻഷൻ ടു ഹർ മൊബൈൽ ഡിവൈസ് ബട്ട് റിയലൈസസ് ഡ്യൂറിങ് എ ടെക്സ്റ്റ് കോൺവെർസേഷൻ ദാറ്റ് ഷീ ഫീൽസ് മെൻ്റലി disconnected from this other person. It is a short lyric poem. Its language is economical and direct. അപ്പോൾ ഈ ഒരു പോം ഒരു സ്ത്രീ തൻ്റെ മൊബൈൽ ഡിവൈസിനെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും അവളുടെ ആ ഒരു പ്രിയപ്പെട്ടവരുമായിട്ടുള്ള കോൺവെർസേഷനൊക്കെ ഈ ഒരു മൊബൈൽ ഡിവൈസിലൂടെ നടത്തുകയും അങ്ങനെ അവൾക്ക് എന്നെ ഈ ഒരു കോൺവെർസേഷൻ ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജസിലൂടെ അവൾക്കൊരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പോയമാണ്. നമ്മൾ മൊബൈൽ ഡിവൈസസിലൂടെ ടെക്സ്റ്റ് മെസ്സേജസ് നടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പോമാണ്. ഇറ്റ്സ് എ ഷോർട്ട് ലിറിക് പോം. ഇറ്റ്സ് ലാംഗ്വേജ് ഈസ് ഇക്കണോമിക്കൽ ആൻഡ് ഡിറക്റ്റ്. ഇറ്റ് ഹാസ് എ കോമ്പാക്ട് സ്ട്രക്ചർ കണ്ടെയ്നിങ് ഓൺലി 14 ലൈൻസ്. ഇതിന് ഓൺലി 40 ലൈൻസ് ഉള്ളൂ. ദ ലൈൻസ് ആർ ഡിവൈഡഡ് ഇൻ ടു 7 couplets which don't rhyme altogether. Being a modern poem, it doesn't have a conventional rhyme scheme. അതായത് നമുക്ക് ഈ ഒരു പോയത്തിൽ റൈം സ്കീം കാണാൻ കഴിയില്ല. The poem is composed of iambic dimeter and trimeter alternately. There are some anapaestic and trochaic variations that make the sound scheme of the poem more interesting. In the second line, we text, we can find an occasional food called spondy. അതായത് നമുക്ക് അതിൻ്റെ സെക്കൻഡ് ലൈനിൽ സ്പോണ്ടി കാണാൻ കഴിയും. In which 2 syllables are stressed side by side. The poem sounds a scheme become more engaging to the readers. Poet uses rhetorical devices. Poet compares a mobile to an injured bird. The device is metaphor. അതായത് പോയിട്ട് ഇതിൽ ഒരുപാട് പിന്നെ നമുക്ക് ഈ ഒരു പോയം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് റിട്ടറിക്കൽ ഡിവൈസസ് ഫിഗർ ഓഫ് സ്പീച്ച് നമുക്ക് കാണാൻ കഴിയും. മെറ്റഫർ, അതുപോലെ പാലലോജി. വി ടെക്സ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പാലലോജി ഇൻ വിച്ച് എ വേർഡ് ഈസ് റിപ്പീറ്റഡ് ഇൻ സെക്ഷൻസ് ഫോർ ദ സേക്ക് ഓഫ് emphasis. Okay, thank you.